ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് KFC ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന KFCയേക്കാളും കൂടുതൽ ക്രിസ്പിയും അതുകൂടാതെ കൂടുതൽ ടേസ്റ്റിയുമാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. 1 കിലോ ചിക്കൻ്റെ KFC ആണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി ചെറിയ പീസസ് ആക്കി അതിലേക്ക് മുളക് പൊടി ഇടാം. അത് ആവശ്യത്തിനിടാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചാലും മതി. ഇനി ഈ മസാലയെല്ലാം ചിക്കൻ്റെ പീസസിൽ നന്നായിട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ ഒന്ന് മസാല പുരട്ടി വെക്കേണ്ടതാണ്. ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ മൈദയും ഓട്സും അതുകൂടാതെ ഐസ് വാട്ടറുമാണ് എടുത്തേക്കുന്നത്. മൈദയ്ക്കകത്ത് അല്പം ഉപ്പിടാം, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ഓട്സിൻ്റെ അകത്തും അല്പം ഉപ്പിടാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ്റെ ഒരു പീസ് എടുക്കാം. അത് മൈദയ്ക്കകത്ത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കംപ്ലീറ്റ് മൈദയുടെ ഒരു കോട്ടിങ് കൊടുക്കാം. ചിക്കൻ്റെ പീസിൻ്റെ മുകളിൽ നന്നായിട്ട് മൈദയുടെ കോട്ടിങ് ആയി കഴിഞ്ഞിട്ട് അത് ഐസ് വാട്ടറിനകത്തേക്ക് ഇടാം. ഇതുപോലെ തന്നെ മറ്റുള്ള പീസസും മൈദയുടെ കോട്ടിങ് കൊടുത്തിട്ട് ഐസ് വെള്ളത്തിലേക്ക് ഇടാം. ഇനി ഐസ് വെള്ളത്തിൽ നിന്ന് ഓരോ പീസ് ചിക്കൻ എടുത്ത് ഓട്സിൻ്റെ കോട്ടിങ് കൊടുക്കാം. ഓട്സിൻ്റെ കോട്ടിങ് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഓട്സ് കുടഞ്ഞ് മാറ്റേണ്ടതാണ്. അങ്ങനെ നമ്മൾ വെള്ളത്തിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ച എല്ലാ പീസസും ഓട്സിൻ്റെ കോട്ടിങ് കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റവിലേക്ക് വെക്കാം. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇടാം. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലുമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് ഒരു 50% ഫ്രൈ ആയി കഴിയുമ്പോൾ അത് തിരിച്ചിടാം. പൊതുവെ കടയിൽ നിന്ന് നമ്മൾ KFC വാങ്ങിക്കുമ്പോൾ അകത്ത് വലിയ സ്പൈസി ഒന്നുമല്ല, പുഴുങ്ങിയതുപോലൊക്കെ ആയിരിക്കുന്നത്. എന്നാൽ വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള KFC ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഇതുപോലെ KFC ഒന്നുണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കടയിലെ KFC നിങ്ങൾ വാങ്ങത്തില്ല. KFC നമ്മുടെ ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.